SIയുടെ ജില്ലാ പ്രസിഡന്റ് നമുക്കൊപ്പം ഉണ്ട്. ആ ചോദ്യം ഞാൻ ഷഫാക്കിനോട് ചോദിച്ചിട്ട് താങ്കളിലേക്ക് വരാം. SIയുടെ ജില്ലാ പ്രസിഡന്റ് ഷഫാക്ക് നമുക്കൊപ്പം ചേരുന്നു. ഷഫാക്ക്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടിസ്ഥാനമുള്ള ഒരു ക്യാമ്പയിനാണ് നിങ്ങൾ നടത്തുന്നത് എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ സ്റ്റുഡിയോയെ ബഹിഷ്കരിക്കാൻ പറയുമ്പോൾ ടാറ്റയുടെ എല്ലാ പ്രോഡക്റ്റുകളെയും ബഹിഷ്കരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ക്യാമ്പയിനാണ് നടത്തുന്നതെങ്കിൽ മനസ്സിലാക്കാം. ഇത് എന്ത് പ്രഹസനമാണ് കാണിക്കുന്നത്? ഇത് അടിസ്ഥാനമുള്ള ഒരു ആവശ്യമാണോ എന്നൊക്കെ ചോദിച്ചാൽ, ലോകത്ത് ആഗോളതലത്തിൽ തന്നെയും ഫലസ്തീൻ അനുകൂലമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റുകൾ, അതിനുവേണ്ടി ഉയർന്നുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങൾ, ഇതൊക്കെയും പരിശോധിക്കുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ലോകത്ത് BDS മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ വ്യാപകമായി സമരരംഗത്തുള്ള അല്ലെങ്കിൽ അവയർനെസ് രംഗത്തുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിന്റെ ഭാഗമായി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗസയിലെ വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്ന വ്യത്യസ്ത തരം ബ്രാൻഡുകൾ, മൾട്ടിനാഷണൽ കമ്പനികൾ, ഇവക്കെതിരെയൊക്കെയും പ്രഖ്യാപിച്ചിട്ടുള്ള ബോയ്ക്കോട്ട് മൂവ്മെന്റ് ഉണ്ട്. ആ ബോയ്ക്കോട്ട് മൂവ്മെന്റിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് SIO അതിനോട് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ അർത്ഥത്തിൽ ഒരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. SIOനെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡിയോയിനോട് മാത്രമല്ല, അല്ലെങ്കിൽ ടാറ്റയുടെ സംവിധാനങ്ങളോട് മാത്രം അല്ല ബോയ്ക്കോട്ട് മൂവ്മെന്റ് ഉണ്ടാകണം അല്ലെങ്കിൽ ബോയ്ക്കോട്ട് ചെയ്യാനുള്ള ആഹ്വാനം SIO നടത്തിയിട്ടുള്ളത്. മറ്റ് ഈ ബോയ്ക്കോട്ട് ലിസ്റ്റിലുള്ള വ്യത്യസ്ത ബ്രാൻഡുകൾ ഏതൊക്കെയുണ്ടോ, വ്യത്യസ്ത കമ്പനികൾ ഏതൊക്കെയുണ്ടോ, അതിനോടൊക്കെയും ഇതേ സമീപനം തന്നെയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം അതായത് മുഴുവൻ ടാറ്റയുടെ ബ്രാൻഡുകളും എല്ലാവരും ബഹിഷ്കരിക്കും. ഇത് സ്റ്റുഡിയോ മാത്രമായിട്ട് ചുരുക്കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ മുഴുവൻ ബഹിഷ്കരിക്കുമല്ലോ. ടാറ്റയുടെ വാഹനങ്ങളടക്കം, നിങ്ങൾ കയറി പോകുന്ന പൊതു വാഹനങ്ങളടക്കമുള്ളവ ടാറ്റ നിർമ്മിച്ചതാണല്ലോ, അതെല്ലാം ബഹിഷ്കരിക്കുമായിരിക്കും അല്ലേ? അതെ, ടാറ്റയുടെ മാത്രമല്ല, ലോകത്ത് അല്ല, ടാറ്റയുടെ മാത്രമല്ല എന്നുള്ള ടാറ്റ ഇതിനകത്തുള്ള ടാറ്റയുടെ വാഹനങ്ങളടക്കം, ബസ്സുകളടക്കം ബഹിഷ്കരിക്കുമായിരിക്കും അല്ലേ? ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ബഹിഷ്കരണാഹ്വാനമാണ്. ജീവിതത്തിൽ നിന്ന്, ആളുകളുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ നിന്ന് എത്ര കണ്ട് ആ വിഭവങ്ങളെ മാറ്റി നിർത്താൻ കഴിയുന്നോ, അല്ലെങ്കിൽ ആ ബഹിഷ്കരണാഹ്വാനമുള്ള ബോയ്ക്കോട്ട് ലിസ്റ്റിലുള്ള പ്രൊഡക്റ്റുകളെ മാറ്റി നിർത്താൻ കഴിയുന്നോ അത്രത്തോളം സാധ്യമാവുക എന്നതുകൂടിയാണ് ബോയ്ക്കോട്ട് മൂവ്മെന്റ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ. ആഗോളതലത്തിൽ തന്നെയും ഒരു ലെഫ്റ്റ് ഐഡിയോളജിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒക്കെ തന്നെയും വലിയ അർത്ഥത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നേറ്റം അല്ലെങ്കിൽ മൂവ്മെന്റ് കൂടിയാണ് ബോയ്ക്കോട്ട് മൂവ്മെന്റ് എന്ന് പറയുന്നത്. കേരളത്തിൽ SIO ഏതോ അർത്ഥത്തിൽ ഉണ്ടാക്കിയ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ കയറി പോകുന്ന പ്രൈവറ്റ് ബസ്സുകളടക്കം ടാറ്റയുടെ ആണല്ലോ. അപ്പോൾ കുറച്ചും കൂടെ ശക്തമാകുമല്ലോ. നിങ്ങൾ അതടക്കം ബഹിഷ്കരിച്ച് കാണിക്കുന്നതല്ലേ നല്ലത്? സ്റ്റുഡിയോ ഒക്കെ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടാവും? കുറച്ചും കൂടെ ശക്തമായിട്ടുള്ള ഒരു ബഹിഷ്കരണാഹ്വാനം അതല്ലാതെ ഈ സ്റ്റുഡിയോ മാത്രം ബഹിഷ്കരിച്ചുകൊണ്ട് എന്തിനാണ് പ്രഹസനം കാണിക്കുന്നത്? അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. സ്റ്റുഡിയോ മാത്രമല്ല ബഹിഷ്കരിക്കുന്നത് എന്ന് തുടക്കത്തിൽ ഞാൻ അതുകൊണ്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു സിംബോളിക് മാത്രമാണ്. അതല്ലാത്ത ധാരാളം കമ്പനികൾ SIO നേരത്തെ തന്നെയും ഇറക്കിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ ബോയ്ക്കോട്ട് മൂവ്മെന്റുകളുമായി ബന്ധപ്പെട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതിൽ വ്യത്യസ്ത ബ്രാൻഡുകളെ കുറിച്ച്. അതായത് സിംബോളിക് ആണ്. അതായത് ടാറ്റ ബഹിഷ്കരിക്കുന്നു പറയുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ബഹിഷ്കരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ കാണിച്ച് ഞങ്ങൾ വലിയ ബോയ്ക്കോട്ടാണ്, ബഹിഷ്കരണാഹ്വാനമാണ് നടത്തുന്നതെന്ന് കാണിക്കാം. വളച്ചൊടിക്കേണ്ടതില്ല. അത് ഈ പറയുന്ന ബോയ്ക്കോട്ട് ലിസ്റ്റിലുള്ള ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്റ്റുകൾ ജീവിതത്തിൽ ഈ പൊതുസമൂഹത്തിന് എത്ര കണ്ടു മാറ്റി നിർത്താൻ കഴിയുന്നോ അതിനു വേണ്ടിയുള്ള അവയർനെസ് ഉണ്ടാവുക, അതിനുള്ള ബോധവൽക്കരണം ഉണ്ടാവുക എന്നതാണ് ആ പ്രൊട്ടസ്റ്റിലൂടെ. അതായത് ഈ പെരുന്നാൾ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനം നടത്തുക, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തൊക്കെ ഒഴിവാക്കാൻ പറ്റും, നിങ്ങളുടെ കൺവീനിയൻസിന് എന്തൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ബഹിഷ്കരണാഹ്വാനം കഴിക്കുക. കേരളം സാക്ഷരതയുള്ള ഒരു സ്ഥലമല്ലേ ഷഫാക്ക്? ഇത് ആൾക്കാർക്ക് മനസ്സിലാവില്ല ഈ കാണിക്കുന്ന. ആ സാക്ഷരതയുള്ള സ്ഥലമാണ് എങ്കിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ബോയ്ക്കോട്ട് മൂവ്മെന്റിനെ കുറിച്ച് കേവലമായി ധാരണയെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടിയിരുന്നു. അതുപോലും ഉണ്ടായിരിക്കുന്നില്ല എന്നുള്ളതിൽ സങ്കടമുണ്ട്. അതേസമയം അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും ഒന്ന് റിസർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒന്ന് പഠിക്കാൻ സന്നദ്ധമായാൽ, എന്തിനാണ് ഈ ബോയ്ക്കോട്ട് മൂവ്മെന്റ്, ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. SIO കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മൂവ്മെന്റോ ഒരു പ്രൊട്ടസ്റ്റോ അല്ല, മറിച്ച് ആഗോളതലത്തിൽ തന്നെയും ക്യാമ്പസുകളിൽ അതുപോലെ തന്നെ ലോകത്തിന്റെ തെരുവുകളിൽ ഒക്കെയും നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം മുതലെടുപ്പോ ഒന്നുമില്ല. വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ബഹിഷ്കരണ ആഹ്വാനമാണ്. ഇതാണ് പ്രോപ്പറായിട്ട് ആൾക്കാരിലേക്ക് എത്തുന്നത്. അങ്ങനെ കൂടെ പ്രതീക്ഷിക്കുന്നു SIO. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഏത് വശത്തു നിന്നാണ് ഇതിന്റെ വിമർശനം വരുന്നെങ്കിൽ ആ വിമർശനത്തിൽ ഉന്നയിക്കുന്നത് ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. ഈ വിമർശനത്തിനുള്ള വഴി വെട്ടിക്കൊടുത്തത് നിങ്ങൾ നടത്തുന്ന ഈ ബഹിഷ്കരണ ആഹ്വാനത്തിനകത്തുള്ള പ്രഹസന എലിമെന്റ് കൊണ്ടാണ്.
ആ വിമർശനങ്ങളെ കുറിച്ച് പരിശോധിക്കുന്നിടത്ത് ബോധ്യപ്പെടുന്ന ഒരു കാര്യം ഈ വിമർശനങ്ങളൊന്നും ഫലസ്തീൻ പോസ്റ്റിനോട് അല്ലെങ്കിൽ ഫലസ്തീൻ അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന ഏതെങ്കിലും കോർണറുകളിൽ നിന്ന് വരുന്നതല്ല എന്ന് അതിന്റെ വിമർശനങ്ങളെ പരിശോധിച്ചാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ആ വിമർശനങ്ങൾ അത്ര നിഷ്കളങ്കമായി മനസ്സിലാക്കുന്നിടത്തും പ്രശ്നം. ഓക്കെ, ശരി, ഒറ്റ സെക്കൻഡ് കൂടി. BJP നേതാവ് സന്ദീപ് വാചസ്പതി ഇവരോട് ചോദിക്കാനുള്ളത് ചോദിച്ചിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള പ്രഹസനമാണ്? മറിച്ച് ഈ തരത്തിൽ സ്റ്റുഡിയോയിൽ പോയി കൂടുതൽ വസ്ത്രങ്ങൾ വാങ്ങിച്ച് ബില്ല് പോസ്റ്റ് ചെയ്യുന്നവരോടും ഈ വാക്കേ ചോദിക്കാനുള്ളൂ. അതെന്തിനാണ് പ്രഹസനം എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരവും ഇപ്പോൾ ഷഫാക്കിനുള്ള മറുപടി. അല്ല അപർണ, ഞാൻ വീണ്ടും എനിക്ക് ഖേദത്തോടെ പറയട്ടെ, താങ്കളുടെ നിലപാടിനോട് എനിക്ക് സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത്. കാരണം താങ്കൾ എന്നോട് വളരെ കൃത്യമായി മറുപടി പറഞ്ഞല്ലോ. ഞാൻ അവരോട് ചോദിക്കേണ്ടത് ചോദിച്ചു. താങ്കൾ എന്താ ചോദിച്ചത്? ഇവിടെ സ്റ്റുഡിയോ ടാറ്റ എന്നുള്ളതാണ് വിഷയം. താങ്കൾ ചോദിക്കേണ്ട താങ്കളിപ്പോ പറയാൻ പോകുന്ന മറുപടി ഞാനിപ്പോഴേ പറയാം. മാധ്യമ പ്രവർത്തനം എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കാം. എനിക്കറിയാം എന്ത് അല്ല സന്ദീപ്, രണ്ട് വശത്തും ഏത് തരത്തിലാണ് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ബേസിലല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ബാലൻസ് ചെയ്തുകൊണ്ടാണ് രണ്ടിടത്തും ചോദിക്കുക. BJP നേതാവായ താങ്കൾ ചോദിക്കുന്ന പോലെ എനിക്ക് ഇവിടെ നിന്ന് ചോദിക്കാൻ കഴിയില്ലല്ലോ. അതല്ലല്ലോ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം. BJP നേതാവിന് മാധ്യമ പ്രവർത്തകർക്ക് അല്ല സന്ദീപ്, താങ്കൾ ഷഫാക്കിനുള്ള മറുപടി കൊടുക്കൂ. എന്നെ വിട്ടേക്ക്, ഷഫാക്കിനുള്ള മറുപടി കൊടുക്കൂ. എനിക്ക് അയാൾ ആരാണെന്ന് പോലും എനിക്ക് അത് SIയുടെ ഭാരവാഹിയാണ്. സിംബോളിക്കായിട്ട് നടത്തുന്ന ഒറ്റ സെക്കൻഡ്, സിംബോളിക്കായിട്ട് നടത്തുന്ന പ്രതിഷേധമാണ്. ഇതൊരു സിംബോളിക് പ്രതിഷേധമാണ് എന്ന് അവർ പറയുന്നു. ലോകമൊട്ടാകെ നടക്കുന്ന സിംബോളിക് പ്രതിഷേധമാണ് എന്ന് പറയുമ്പോൾ അതിനുണ്ടോ മറുപടി? ഉണ്ട്, അതാ ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് അത്രയേ ഇതിൽ നിന്നും മനസ്സിലായുള്ളൂ എന്നുള്ളതാണ് എന്റെ സഹതാപം. താങ്കൾക്ക് അതിൽ കൂടുതൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് മറുപടി കൊടുക്കാം. നിങ്ങൾ കിടന്ന് വെള്ളം വെക്കാം. ഞാൻ പറഞ്ഞു വരികയല്ലേ, നിങ്ങൾ ഓരോ വാക്കിനത്തിന് ഇടപെടുന്നത്. ഞാൻ സംസാരിച്ചു വരികയല്ലേ, ഞാൻ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഈ രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു സൈനിക നടപടി ഈ രാജ്യത്തുണ്ടായിരുന്നു. അന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. നമ്മളുടെ ശത്രു രാജ്യമായ പാകിസ്ഥാൻ അല്ലെങ്കിൽ അയൽ രാജ്യമായ പാകിസ്ഥാന് സഹായം ചെയ്ത രണ്ട് രാഷ്ട്രങ്ങളായിരുന്നു ചൈനയും തുർക്കിയും. ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ആൾക്കാര് ഒരു ചൈന ബോയ്ക്കോട്ടോ ഒരു തുർക്കി ബോയ്ക്കോട്ടോ എന്ന ആശയം ഉണ്ടാക്കാതെ ഇസ്രയേലിൽ ചെയ്യുന്ന എന്തോ ഒരു കാര്യത്തിന് ഈ രാജ്യത്ത് ഒരു കമ്പനി അവരോടുമായി കരാറിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ് കേരളത്തിൽ പ്രതിഷേധം നടത്തുന്നതിനകത്തെ അപകടകരമായ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാനുള്ള ആർജവമാണ് ഒരു മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഞാൻ ഇത്രയും നേരം താങ്കളിൽ നിന്ന് പ്രതീക്ഷിച്ച ഉത്തരം. ആ ചോദ്യമാണ് താങ്കൾ ഇതിനെ ഉന്നയിക്കാതെ പോയത്. അല്ലാതെ സ്റ്റുഡിയോയിൽ പോയി ഇവന്മാർ പറഞ്ഞാലൊന്നും സ്റ്റുഡിയോയിൽ നല്ല ടാറ്റയുടെ രോഗത്തെ പോലും തൊടാൻ പറ്റില്ല. ഇവന്മാരെന്തെങ്കിലും അവിടെ കിടന്ന് രോദനം നടത്തിയിട്ട് ഓരിയിട്ടിട്ട് പോകുന്നു എന്നുള്ളതല്ല. ഇവിടെ ഈ രാജ്യത്ത് ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ഇവന്മാർ ഈ രാജ്യത്ത് ആരുമല്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് പരമപുച്ഛത്തോടു കൂടി അവരുടെ ബഹിഷ്കരണത്തെ ഞങ്ങൾ തള്ളുകയാണ്. അതൊന്നും അല്ല ഇവിടെ വിഷയം. ഇവിടുത്തെ ചോദ്യം ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയമാണ്. എന്തുകൊണ്ട് സ്വന്തം രാജ്യം ഒരു നിർണായകമായ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ സഹായിച്ച ശത്രു രാജ്യത്തിനെതിരെ ഉയരാത്ത പ്രതിഷേധം ഏതോ പാലസ്തീനെതിരെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ നടത്തുമ്പോൾ ഉണ്ടാകുന്ന അതിലെ അപകടകരമായ വർഗീയതയും അപകടകരമായ രാഷ്ട്രീയത്തെയും ചോദ്യം ചെയ്യാനുള്ള ആർജവം താങ്കൾക്കില്ലാതെ പോയി എന്നുള്ളിടത്താണ് എന്റെ പോയിന്റ് നിൽക്കുന്നത്. അല്ലാതെ SIO നടത്തിയോ ഒരു രാഷ്ട്രീയ മുൻവിധി ഏതായാലും ഈ നടത്തുന്ന പ്രചാരണം അതിനെതിരായിട്ട് നടക്കുന്ന മറു പ്രചാരണത്തിനകത്ത് അർത്ഥമുണ്ടോ എന്നുള്ളൊരു ചോദ്യം അത് മാധ്യമപ്രവർത്തകർ മാത്രമല്ല സാധാരണക്കാരും ചോദിക്കാനാണ് സാധ്യത. വളരെ നന്ദി ഷഫാക്ക് ഒപ്പം സന്ദീപ് വാചസ്പതി പ്രതികരിച്ചതിന്. ഇപ്പോൾ